കോതമംഗലത്ത് ബി.ജെ.പി. ഓഫീസിന് മുന്നിൽ സമരവുമായി കുടുംബം. ഓൺലൈൻ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ച് നേതാക്കൾ 10 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സമരം. പരാതി ലഭിച്ചാൽ കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അപ്പൊ ഈ പോലീസ് ഓഫീസർ പറയുന്ന അനുസരിച്ച് നമുക്ക് ഓരോ കേസിന്റെ കാര്യങ്ങൾക്കായി ഇവർക്ക് കൊടുക്കേണ്ടുന്ന പൈസ എന്ന നിലയിൽ കഴിഞ്ഞ ജൂൺ മുതൽ ഈ നവംബർ വരെയുള്ള കാലയളവിൽ എന്റെ കയ്യിൽ നിന്ന് 10,58,000 രൂപ ഈ പോലീസ് ഓഫീസർ പറഞ്ഞതിന് പ്രകാരം ഗൂഗിൾ പേ ആയിട്ടും നേരിട്ട് ക്യാഷ് ആയിട്ടും ബാങ്ക്, അതായത് സുനീഷിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിലേക്കും ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ 10 ദിവസത്തിനകം ഈ പൈസ തിരിച്ചു കൊടുത്തു കൊള്ളാമെന്ന് ഇവര്, ഈ സുനീഷ് എന്ന് പറഞ്ഞ ആളും ഈ സനൽ എന്ന് പറഞ്ഞ ഓഫീസറും സമ്മതിച്ചിട്ടുള്ളതാണ്. മകന്റെ പേരിൽ ഇനി വേറെ കേസെടുക്കും, നിങ്ങളെ വീട് കയറി ആക്രമിക്കും എന്നുള്ള നിലയിൽ, RSSനെ കൊണ്ട് വീട് കയറി ആക്രമിക്കും എന്ന നിലയിലൊക്കെ ഇവരെന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എനിക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. ബിനിലാണ് വിവരങ്ങൾ അയച്ചത്. ബിനിൽ, ഇതിപ്പോൾ ബി.ജെ.പിയുടെ ഓഫീസിന് മുന്നിലാണ് ഒരു സമരം നടക്കുന്നത്. അതും 10 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു, കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞ്. ആരാണ് ഈ പണം വാങ്ങിയത്? ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണമാണ് ബി.ജെ.പി. നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ളത്? രതീഷ്, ഇന്ന് രാവിലെയാണ് ബി.ജെ.പിയുടെ കോതമംഗലത്തെ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദം അത് ആറ്റുപുറത്ത് ജോസഫിൻ്റെതാണ്. അദ്ദേഹം ഈ ആറ്റുപുറത്ത് ജോർജിൻ്റെതാണ്. അദ്ദേഹമാണ് കുടുംബത്തോടൊപ്പം വന്ന് സമരം നടത്തിയത്. ഇതിൽ ഈ പരാതി ഉയരുന്നത് ഒരു ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ ആറ്റുപുറത്ത് ജോർജിൻ്റെ മകൻ്റെ അക്കൗണ്ട് വഴി കാസർകോട്ടെ ഒരു ഓൺലൈൻ തട്ടിപ്പിലെ പണം പിൻവലിച്ചു എന്നതാണ് ഒരു കേസായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ കേസ് ഒതുക്കുന്നതിന് വേണ്ടി പണം ആവശ്യപ്പെട്ടു എന്നാണ് ജോർജിൻ്റെ പരാതി. ജോർജ് ഇന്ന് രാവിലെ ഈ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരവുമായി എത്തി. പിന്നീട് പോലീസ് എത്തി ഈ കുടുംബത്തെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിലേക്ക് അവർ മാറ്റി. കൂടുതൽ പോലീസ് അവരോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കോതമംഗലത്തെ 2 പ്രാദേശിക ബി.ജെ.പി. നേതാക്കൾക്കെതിരെയാണ് ആരോപണമുള്ളത്. ഒന്ന്, നേരത്തെ ഈ ജോർജ് തന്നെ വിശദീകരിച്ച TS സുനീഷ്, നേരത്തെ ബി.ജെ.പിയുടെ നിയോജകമണ്ഡലം സെക്രട്ടറി ആയിരുന്നു സുനീഷ്. ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല എന്നാണ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനെതിരെയുമാണ് പരാതി വന്നിരിക്കുന്നത്. പക്ഷേ ബി.ജെ.പി. ഈ പരാതിയെ പൂർണ്ണമായും തള്ളുകയാണ്. സുനീഷിന് ഈ പരാതി വരുന്നതിന് മുൻപ് തന്നെ പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് നീക്കിയ ആളാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണ്. അതേസമയം ഉണ്ണികൃഷ്ണനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. പാർട്ടി ഓഫീസിലേക്ക് ഈ സമരവുമായി വന്നത് ബി.ജെ.പിയെ കരിവാരി തേക്കാനാണ് എന്നതാണ് ബി.ജെ.പിയുടെ കിഴക്കൻ മേഖല പ്രസിഡന്റായ സജീവന്റെ നിലപാട്. എന്തായാലും പോലീസ് ഇപ്പോഴും ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട്. നേരത്തെ പെരുമ്പാവൂരിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇതര സംസ്ഥാനത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കേസുമായി എത്തുന്നു. ആ കേസിലെ പ്രതി എന്ന് സംശയിക്കുന്ന കുട്ടികളെ ഇവിടെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അവരെ മോചിപ്പിക്കാനായി നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം കൈക്കൂലി വാങ്ങിയ ഒരു കേസുണ്ട്. സമാനമായ രീതിയിലാണ് ഇപ്പോഴും ഈ കേസ് വരുന്നത്. ഒരുപാട് പേർ ഈ അക്കൗണ്ടുകൾ കൈമാറ്റം ചെയ്ത് ഈ കേസിലൊക്കെ പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കേസിൽ നിന്ന് ഒഴിവാക്കി നൽകുന്നതിന് വേണ്ടി ബി.ജെ.പി. നേതാക്കൾ പണം വാങ്ങിയെന്നാണ് ആരോപണം. ഇത് ബി.ജെ.പിയുടെ സർക്കിളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ സംഭവം കറങ്ങി നടക്കുകയായിരുന്നു. എന്തായാലും പാർട്ടി നേതൃത്വത്തിനൊക്കെ ഈ പരാതിയെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്ത് ബി.ജെ.പി. ഓഫീസിന് മുന്നിൽ സമരമായി കുടുംബം എത്തിയിരിക്കുകയാണ്. ഓൺലൈൻ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് വിശ്വസിപ്പിച്ച് പണം വാങ്ങി എന്നതാണ്. പോലീസ് ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ബിനിൽ നൽകിയത്.